ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. തും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിന് വന്ദനം. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇന്ന് പ്രശ്നമാർഗം 21-ാം അധ്യായം, അതായത് സ്ത്രീ പുരുഷ ആനുകൂല്യത്തെക്കുറിച്ചിട്ടുള്ള അധ്യായമാണത്. അതിൽ നമ്മൾ 12-ാമത്തെ ശ്ലോകം മുതലാണ് നോക്കേണ്ടത്. ഇങ്ങനെയാണ് 12-ാമത്തെ ശ്ലോകം. കന്യാളിഗോ ഹരിഷിന്ദുസ്തദംശേ വാതലഗ്നഭം സഹസ്യാദ്യാദിദമ്പത്യോ പുത്രസിദ്ധി സുദുർലഭ. ഇന്ദു അധ ലഗ്നഭം, പുരുഷ ജാതകത്തിലും സ്ത്രീ ജാതകത്തിലും. കന്യാളി ഗോ ഹരിഷു വാ തദംശേ, ചന്ദ്രനും പിന്നെ ലഗ്നരാശിയും കന്നി, വൃശ്ചികം, എടവം, ചിങ്ങം എന്നീ രാശികളിലോ അംശങ്ങളിലോ സഹസ്യാദ്യതി, ഏതെങ്കിലും രാശിയിൽ ഒന്നിച്ചു നിന്നാൽ ദമ്പത്യോ പുത്രസിദ്ധിം സുദുർലഭ, ദമ്പതികൾക്ക് സന്താനലാഭം വളരെ ദുർലഭമാണ്. എങ്ങനെ പറഞ്ഞത്? പുരുഷ ജാതകത്തിലും സ്ത്രീ ജാതകത്തിലും ചന്ദ്രനും പിന്നെ ലഗ്നരാശിയും കന്നി, വൃശ്ചികം, ഇടവം, ചിങ്ങം എന്നീ രാശികളിലോ അംശങ്ങളിലോ ഏതെങ്കിലും രാശിയിൽ ഒന്നിച്ചു നിന്നാൽ, ചന്ദ്രനും ലഗ്നവും കന്നി, വൃശ്ചികം, ഇടവം, ചിങ്ങിയ രാശികളിലോ അംശമായിട്ട് ഈ രാശികളിലോ ഒന്നിച്ചു നിന്നാൽ ദമ്പതികൾക്ക് സന്താന ലാഭം വളരെ ദുർലഭമാണ്. അപ്പോൾ പുരുഷ ജാതകത്തിലായാലും സ്ത്രീ ജാതകത്തിലായാലും ലഗ്നവും ചന്ദ്രനും നിൽക്കുന്ന രാശി കന്നി, വൃശ്ചികം, ഇടവം, ചിങ്ങം, കന്നി, വൃശ്ചികം, ഇടവം എന്നീ രാശികളിലാവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ അംശങ്ങളും ഈ രാശികളിലായിട്ട് വരികയോ ഏതെങ്കിലും രാശിയിൽ ഒന്നിച്ചു നിന്നാലും, അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചന്ദ്രനും ലഗ്നവും ഈ രാശികളിൽ വരാം, അല്ലെങ്കിൽ ഒന്നിച്ചു വരിക, അംശവും ഇതേപോലെ തന്നെ വരിക. അങ്ങനെയാണെങ്കിൽ പുരുഷജാതകത്തിലായാലും സ്ത്രീ ജാതകത്തിലായാലും സന്താനലാഭം ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. കന്നി, വൃശ്ചികം, ഇടവം, ചിങ്ങം, ലഗ്നോ ചന്ദ്രരാശിയോ ആവാം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെ അംശവും ഈ രാശികളിലാവാം. ഇങ്ങനെ വന്നാലും ദമ്പതികൾക്ക് സന്താനലാഭം ദുർലഭമാണ്. മൃഗമീനോ വിഹംഗാഖ്യാവളികർക്കി സരീസൃപോ പശവോ മൃഗസിംഹാജഗാവ പ്രായപരേ നര. 13-ാമത്തെ ശ്ലോകമാണത്. പ്രായ മൃഗമീനോ, പ്രായേണ മകരവും മീനവും, വിഹംഗാഖ്യ അളികർക്കി സരീസൃപോ മൃഗസിംഹാജ ഗാവ പശവ പരേനര. പക്ഷിയോനികളും കർക്കിടകം, വൃശ്ചികം ഇവ സരീസൃപയോനികളും, മകരം, ചിങ്ങം, മേടം, ഇടവം ഇവ പശുയോനികളും, മറ്റുള്ളവ അതായത് മിഥുനം, കന്നി, തുലാം, ധനുകുംഭം മനുഷ്യയോനികളുമാകുന്നു. മകരം പക്ഷിയോനിയും പശുയോനിയും പെടുത്തിയിട്ടുണ്ടെങ്കിലും മകരത്തിൻ്റെ പൂർവാർത്ഥം പശുയോനിയും ഉത്തരാർത്ഥം പക്ഷിയോനിയുമായിട്ടാണ് ഭൂരിപക്ഷം കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ രാശിയുടെയും യോനിഭേദങ്ങളാണ് പറയുന്നത്. മകരവും മീനവും പക്ഷിയോനികളും, കർക്കിടകം, വൃശ്ചികം ഇവ സരീസൃപയോനികളും, മകരം, ചിങ്ങം, മേടം, ഇടവം ഇവ പശുയോനികളും, മറ്റുള്ളവ എന്ന് വെച്ചാൽ മിഥുനം, കന്നി, തുലാം, ധനു, കുംഭം ഇവ മനുഷ്യയോനികളുമാകുന്നു. ഇതിൽ മകരം 2 പ്രാവശ്യം പറഞ്ഞതിൽ ആദ്യത്തെ പൂർവാർത്ഥം പശുയോനിയും ഉത്തരാർത്ഥം പക്ഷിയോനിയുമായിട്ട് എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 14-ാമത്തെ ശ്ലോകം 15-ാമത്തെ ശ്ലോകം വെച്ച് യോന്യേക്യം ചോത്തമം വിദ്യാന്മധ്യമം പശുപാനുഷം സരീസൃപവിഹംഗാഭ്യാം കനീയാൻ പശുസംഗമ തിര്യങ് മനുഷ്യ സംയോഗം ന കഥാചിത് സമാചരേലിതി. യോന്യേക്യം ഉത്തമം ച, സ്ത്രീ പുരുഷന്മാരുടെ കൂറുകളുടെ യോനി ഒന്നായിരിക്കുന്നതാണ് ഉത്തമമെന്നും, പശു മാനുഷ്യം മധ്യമമെന്നും, പശുയോനിയും മനുഷ്യയോനിയും മധ്യമമാണെന്നും, സരീസൃപ വിഹംഗാഭ്യം, സരീസൃപയോനിയും പക്ഷിയോനിയും പശുസംഗമ കനിയാൽ ഉള്ള പശുയോനിയുടെ ചേരൽ അധമമാണെന്നും, തിര്യങ് മനുഷ്യ സംയോഗം, തിര്യങ് യോനിയും മനുഷ്യയോനിയും തമ്മിലുള്ള ചേർച്ച ഒരിക്കലും
പ്രാവർത്തികമാക്കരുത് എന്നുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ പുരുഷന്മാരുടെ കൂറുകളുടെ യോനി ഒന്നായിരിക്കുന്നു ഉത്തമമായിരിക്കും. ഒന്ന് പശുയോനിയും മറ്റൊന്ന് മനുഷ്യയോനിയായിട്ട് ആണെങ്കിൽ മധ്യമായിട്ട് എടുക്കാം. പിന്നെ സരീസൃപ യോനിയും പക്ഷിയോനിയോടും ഉള്ള പശുയോനിയോട് ചേരൽ അധമമാകുന്നു. തിരയോനിയും മനുഷ്യയോനിയും തമ്മിലുള്ള ചേർച്ച ഒരിക്കലും പ്രാവർത്തികമാക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ മുഹൂർത്ത സംഗ്രഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ശ്രീ ജന്മരാശേഷസ്ത്രാദിഷൽക്കേ ജാത പുമാൻ ശുഭ ഷഷ്ടേ മധ്യോ ഗുണസ്യുശ്ചേതു ദേവാന്യേഷു വർജ്യത്തെ ഇതി. സ്ത്രീജന്മരാശേ അസ്താദി, സ്ത്രീ ജനിച്ച കൂറിൽ നിന്നും 7-ാം കൂറ് മുതൽ ഷൾക്കേ ജാത 6 കൂറുകളിൽ ജനിച്ച പുമാൻ ശുഭം പുരുഷൻ ഉത്തമനാകുന്നു. ഷഷ്ടേ മധ്യ 6-ാം കൂറിൽ ജനിച്ചവൻ മധ്യമനാകുന്നു. ഗുണസ്യൂചൽ വശ്യപ്പൊരുത്തം മുതലായ ഗുണങ്ങളുണ്ടെങ്കിൽ 4-ാം കൂറിൽ ജനിച്ചവൻ മധ്യമമാണ്. മറ്റു കൂറുകൾ അത് 1, 2, 3, 5 ജനിച്ച പുരുഷൻ വർജിക്കപ്പെടുന്നു. ആദ്യം പറഞ്ഞ ശ്ലോകങ്ങളുടെ അർത്ഥമാണ് മുഹൂർത്ത സംഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സ്ത്രീ ജനിച്ച കൂറിൽ നിന്നും 7 മുതലുള്ള രാശികളിൽ നിൽക്കുന്നത് ഉത്തമമായിരിക്കും. 6-ാം കൂറിൽ ജനിച്ച പുരുഷനും ഉത്തമനാകുന്നു. 6-ാം കൂറിൽ ജനിച്ചവൻ മധ്യമമാകുന്നു. വശ്യപ്പൊരുത്തം മുതലായ ഗുണങ്ങളുണ്ടെങ്കിൽ 4-ാം കൂറിൽ ജനിച്ചവൻ മധ്യമമാണ്. മറ്റു കൂറുകൾ അതായത് 1, 2, 3, 5 രാശികളിൽ നിൽക്കുന്നവർ വർജിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ യോനി വിവാഹം വെച്ചിട്ടും ഏത് യോനിയാണ് ഉത്തമം, അതേപോലെ തന്നെ മധ്യമം, അതേപോലെ അധമം എന്നുള്ളതാണ് 14, 15, 13 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഏക നക്ഷത്ര വിഷയമാണ്. ഇന്ദ്രത്ര്യാര്യത്രിഹസ്താജവസ്യൂധ്യാദ്രായമേർവിന നൃയോഷിജന്മഭൈക്യേ അഭി ശുഭാസ്താരാ സ്മൃതാ ബുധൈതി. ഇന്ദ്രത്ര്യാര്യത്രിഹസ്താജവസ്യൂധ്യാദ്രായമൈ വിന. തൃക്കേട്ട, മൂലം, പൂരാടം, പൂയ, ആയില്യം, മകം, അത്തം, രോഹിണി, അവിട്ടം, ചതയം, തിരുവാതിര, ഭരണി ഈ നക്ഷത്രങ്ങളൊഴികെ നൃയോഷി ജന്മ ഭൈക്യ അഭി സ്ത്രീ പുരുഷന്മാരുടെ ജന്മനക്ഷത്രം ഒരേ നക്ഷത്രത്തിലാവുകയും ശുഭാതാര ശുഭനക്ഷത്രങ്ങളാണെന്നും ബുധൈ സ്മൃത വിദ്വാൻമാർ പറയപ്പെടുന്നു. അതായത് അശ്വതി, കാർത്തിക, മകീരം, പുണർദം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, ഉത്രാടം, തിരുവോണം, പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 15 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരേ നക്ഷത്രത്തിൽ സ്ത്രീ പുരുഷന്മാർ ജനിക്കുന്നു ഉത്തമമാണ്. ഈ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി നക്ഷത്രങ്ങൾ ഏതാ പറഞ്ഞത്? തൃക്കേട്ട, മൂലം, പൂരാടം, പൂയം, ആയില്യം, മകം, അത്തം, രോഹിണി, അവിട്ടം, ചതയം, തിരുവാതിര, ഭരണി ഇവർ സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രങ്ങളോ ഭരണി സ്ത്രീക്ക് ഭരണി പുരുഷൻ എടുക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ മൂലം നക്ഷത്രത്തിന് മൂലം പുരുഷൻ എടുക്കരുത്, തൃക്കേട്ടയ്ക്ക് തൃക്കേട്ട. ഒരേ നക്ഷത്രങ്ങൾ ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരേപോലത്തെ ആവരുത്. ഇത്രയും നക്ഷത്രങ്ങൾ തൃക്കേട്ട, മൂലം, പൂരാടം, പൂയം, ആയില്യം, മകം, അത്തം, രോഹിണി, അവിട്ടം, ചതയം, തിരുവാതിര, ഭരണി ഇത്രയും നക്ഷത്രങ്ങൾ. ബാക്കി എല്ലാ നക്ഷത്രങ്ങൾക്കും ഉത്തമമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ നക്ഷത്രം ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് 17-ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. ഇന്നത്തെ ശ്ലോക വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.